ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. ജനവിധി നൽകുന്ന പാഠം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ സിനു. അവതരണം സീന ആന്റണി. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ജനവിധി വിശകലനം ചെയ്യുന്ന തിരക്കിലാണ് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ. 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും 14 സംസ്ഥാനങ്ങളിലെ 46 നിയമസഭാ മണ്ഡലങ്ങളിലെയും ഫലമാണ് ശനിയാഴ്ച പുറത്തുവന്നത്. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകളും ഇതോടൊപ്പം പുരോഗമിക്കുകയാണ്. 3-1 ഭൂരിപക്ഷത്തോടെ മഹാരാഷ്ട്ര ഭരണം നിലനിർത്താൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് NDA ക്യാമ്പ്. മഹാരാഷ്ട്രയിൽ സംഭവിച്ച ദയനീയ പരാജയത്തിന്റെ കയ്പ് ഝാർഖണ്ഡിലെയും വയനാട്ടിലെയും വിജയത്തിലൂടെ മധുരമാക്കാനാണ് കോൺഗ്രസ് നയിക്കുന്ന INDI സഖ്യത്തിന്റെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കപ്പുറം വിശാലമായ ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് മഹാരാഷ്ട്രയിലേതും ഝാർഖണ്ഡിലേതുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ജമ്മുകശ്മീർ, ഹരിയാന തെരഞ്ഞെടുപ്പുകൾക്കും ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ NDAയ്ക്കും INDI സഖ്യത്തിനും അഭിമാന പ്രശ്നമായിരുന്നു. ഝാർഖണ്ഡിൽ കൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ എതിർചേരിയുടെ വളർച്ചയെ ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ INDI സഖ്യത്തിന് ക്ഷീണമുണ്ടാകുമായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിലെ വിജയം INDI സഖ്യത്തെ നേരിടാൻ NDAയ്ക്ക് കൂടുതൽ കരുത്തു പകരുകയാണ്. വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള പ്രവേശനം INDI സഖ്യത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ആവേശം പകരുകയാണ്. വയനാട്ടിലെയും പാലക്കാട്ടെയും വിജയം കേരളത്തിലെ കോൺഗ്രസിനും UDFനും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസം നൽകുകയാണ്. ഇരു മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും ചേലക്കരയിലെ വിജയത്തിലൂടെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് LDFും വിലയിരുത്തുന്നു. പാലക്കാട് വിജയം പ്രതീക്ഷിച്ച് 2ാം സ്ഥാനത്തായ BJPയും നില മെച്ചപ്പെടുത്താനുള്ള ആത്മപരിശോധനയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,10,931 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്നി അംഗത്തിൽ UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. പ്രിയങ്കയുടെ ലക്ഷ്യം ഭൂരിപക്ഷത്തിലേക്കുള്ള പടികൾ മാത്രമായി വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ടും മാറി. 6,22,338 വോട്ടുകൾ പ്രിയങ്ക ആകെ നേടിയപ്പോൾ രണ്ടാമതെത്തിയ LDFന്റെ സത്യൻ മൊകേരി 2,11,407 വോട്ടുകളാണ് നേടിയത്. 1,09,939 വോട്ടുകളാണ് BJPയുടെ നവ്യ ഹരിദാസിന് ലഭിച്ചത്. K. സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ കരസ്ഥമാക്കാനായില്ലെങ്കിലും നവ്യയെപ്പോലൊരു പുതുമുഖ സ്ഥാനാർത്ഥി വോട്ട് വിഹിതം കൂട്ടിയത് വലിയ കാര്യമാണെന്ന് BJP വിലയിരുത്തുന്നു. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രിയങ്ക നേടിയത് 4,11,931 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇതിൽ പാതിയും സമ്മാനിച്ചതാകട്ടെ മലപ്പുറത്തെ 3 നിയമസഭാ മണ്ഡലങ്ങൾ. 2019-ലും 2024-ലും രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതിലേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് മലപ്പുറം പ്രിയങ്കയെ ലോക്സഭയിലേക്ക് അയക്കുന്നത്. വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിലായി 2,02,612 വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം. വയനാട് വിജയം ഉറപ്പായിരുന്നെങ്കിലും പാലക്കാട് UDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ മുതൽ 10ാം റൗണ്ട് വരെ നെഞ്ചിടുപ്പേറ്റിയ വോട്ടെണ്ണൽ യാത്ര ഒടുവിലത്തെ റൗണ്ടുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം പിന്തുണച്ച് മുന്നേറുകയായിരുന്നു. 2019-ൽ ഷാഫി പറമ്പിലും E. ശ്രീധരനും തമ്മിലുള്ള പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഇത്തവണത്തെ വോട്ടെണ്ണൽ ദിനം. തുടക്കം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 53 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു മുന്നിൽ. BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് 283 വോട്ടും LDF സ്ഥാനാർത്ഥി P. സരിന് 158 വോട്ടുമാണ് ലഭിച്ചത്. എന്നാൽ 1ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ലീഡ് നില മാറി. കൃഷ്ണകുമാർ മുന്നിലെത്തി, തൊട്ടു പിന്നിലായി രാഹുലും. നേരിയ ലീഡ് ഉയർത്തിയ രാഹുൽ 3ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥിയേക്കാൾ 1,176 വോട്ടിന് മുന്നിലെത്തി. സരിൻ അപ്പോൾ രാഹുലിനേക്കാൾ 6,000-ഓളം വോട്ടുകൾക്ക് പിന്നിൽ മൂന്നാമത്. 7ാം റൗണ്ടിൽ വീണ്ടും 1,425 വോട്ടുകൾക്ക് രാഹുൽ മുന്നിലെത്തി. പിന്നീടങ്ങോട്ട് രാഹുലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നു തന്നെ പറയാം. ഒടുവിൽ 14ാം റൗണ്ടും എണ്ണിക്കഴിഞ്ഞപ്പോൾ പാലക്കാട് മണ്ഡലം ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക്. അതേസമയം ചേലക്കരയിൽ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ LDF സ്ഥാനാർത്ഥിയായ UR പ്രദീപ് ലീഡ് നിലനിർത്തി. വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ടിലും 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത്. ആദ്യ റൗണ്ടിൽ 1,890 വോട്ടുകളുടെ ലീഡ് സ്വന്തമാക്കിയ പ്രദീപ് പിന്നീടങ്ങോട്ട് എണ്ണിയ ഓരോ റൗണ്ടിലും ലീഡ് ഉയർത്തി.
ഒരു ഘട്ടത്തിൽ പോലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലീഡ് പിടിക്കാനായില്ല. മണ്ഡലം ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നതിന്റെ സൂചനകൾ തുടക്കം മുതൽ തന്നെ പുറത്തുവന്നു. എല്ലാ മേഖലകളിലും ഇടതു ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെ UR പ്രദീപ് വോട്ടുകൾ സമാഹരിച്ചു. അതോടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന UDF മോഹങ്ങൾക്ക് മങ്ങലേറ്റു തുടങ്ങി. 13 റൗണ്ടുകൾക്കൊടുക്കം 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി LDF ജയം സ്വന്തമാക്കി. കെ ബാലകൃഷ്ണനിലൂടെ വോട്ടുകൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ BJPക്കും സാധിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രധാനമായും LDFന്റെ പ്രചാരണം. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന കണക്കുകൂട്ടലിൽ അത് പരമാവധി അനുകൂലമാക്കിയെടുക്കാനായിരുന്നു UDF ശ്രമം. വികസന പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വിവാദങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ കത്തിനിന്നിരുന്നു. അന്തിമഹാകാളൻകാവ് വേലയുടെ വെടിക്കെട്ട് മുടങ്ങിയതും തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നെങ്കിലും നിയമസഭയിലെ കക്ഷിനില നിലവിലുള്ളതുപോലെ തുടരുകയാണ്. 140 അംഗ നിയമസഭയിൽ 99 സീറ്റ് നേടിയാണ് LDF അധികാരത്തിൽ വന്നത്. UDFന് 41 സീറ്റ്. ആദ്യമുണ്ടായ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് വിജയിച്ചു. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനിലൂടെ സീറ്റ് കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ രാജിവെച്ച പാലക്കാട്ട് കോൺഗ്രസിന്റെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും CPIMലെ കെ രാധാകൃഷ്ണൻ രാജിവെച്ച ചേലക്കരയിൽ CPIMലെ UR പ്രദീപും ജയിച്ചതോടെ സഭയിൽ വീണ്ടും തൽസ്ഥിതിയായി. കേരളത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ സഖ്യങ്ങൾക്ക് നേതൃത്വം നൽകിയ 2 ദേശീയ പാർട്ടികളുടെ ഹിതപരിശോധനയായിരുന്നു മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നടന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP കഴിഞ്ഞാൽ BJPക്ക് ഏറ്റവും തിരിച്ചടി കിട്ടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ 31 സീറ്റുകൾ INDI സഖ്യം നേടിയപ്പോൾ 17 സീറ്റുകളിലേക്ക് NDA ഒതുങ്ങി. BJPയും ശിവസേന ഷിൻഡെ പക്ഷവും NCP അജിത് പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി 288-ൽ 234 സീറ്റുമായാണ് ഭരണം നിലനിർത്തിയത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റാണ്. BJP ഒറ്റയ്ക്ക് 132 സീറ്റ് നേടി. 6 മാസം മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 152 നിയമസഭാ സീറ്റിൽ മുന്നിട്ട് നിന്ന മഹാവികാസ് അഘാഡി ഇക്കുറി 1/3 സീറ്റിൽ ഒതുങ്ങി. ഷിൻഡെ പക്ഷത്തിന് 57 സീറ്റ് ലഭിച്ചപ്പോൾ ഉദ്ധവ് പക്ഷത്തിന് ലഭിച്ചത് 20 സീറ്റ്. NCPയിലെ പിന്തുടർച്ച പോരിൽ അജിത് പവാർ പക്ഷത്തിന് 41 സീറ്റ് ലഭിച്ചപ്പോൾ ശരത് പവാർ പക്ഷം 10 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസിനും ശരത് പവാറിന്റെ NCPക്കും സ്വാധീനമുള്ള വിദർഭ ഉൾപ്പെടെയുള്ള മേഖലകളെ പിടിച്ചടക്കിയാണ് NDA മുന്നേറിയതെന്നത് INDI സഖ്യത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഝാർഖണ്ഡിൽ 81 അംഗ നിയമസഭയിൽ 56 സീറ്റുകൾ നേടിയാണ് INDI സഖ്യം തുടർച്ചയായി 2ാം തവണയും അധികാരത്തിലെത്തുന്നത്. ഇവിടെ 44% വോട്ടുകളും കോൺഗ്രസ് സഖ്യം കരസ്ഥമാക്കിയപ്പോൾ NDAക്ക് 39% നേടാനായത്. JMM തനിച്ച് 23% വോട്ട് നേടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും ഹേമന്ത് സോറന്റെ അറസ്റ്റും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. കേരളമൊഴികെ മറ്റു സംസ്ഥാനങ്ങളിലെ 46 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും BJPക്കാണ് നേട്ടം. UP, രാജസ്ഥാൻ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 19 സീറ്റുകളിൽ അവർ വിജയിച്ചു. 6 സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു. ബംഗാളിലെ 6 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസിനാണ് വിജയം. പഞ്ചാബിൽ 3 ആം ആദ്മി പാർട്ടി സ്വന്തമാക്കി. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ സീറ്റിലും കോൺഗ്രസാണ് ജയിച്ചത്. സിക്കിമിലെ 2 സീറ്റിൽ SKM എതിരില്ലാതെ ജയിച്ചു. ശേഷിച്ച സീറ്റുകളിൽ മറ്റു കക്ഷികളും വിജയിച്ചു. നല്ല ഭരണത്തിന്റെയും വികസനത്തിന്റെയും വിജയമാണ് മഹാരാഷ്ട്രയിലേതെന്നാണ് മഹായുതി സഖ്യം നേടിയ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിൽ NDA സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിയെങ്കിലും വോട്ടാക്കാൻ INDI സഖ്യത്തിന് കഴിഞ്ഞില്ല. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ഈ ജയപരാജയങ്ങൾ സ്വാധീനിച്ചേക്കാം. ജനവിധികൾ ഭരണപ്രതിപക്ഷങ്ങൾക്ക് നിലനിൽപ്പിന്റെ അളവുകോലുകൾ കൂടിയായതിനാൽ മുന്നണികൾക്കുള്ളിലെ സമവാക്യങ്ങൾക്ക് പോലും മാറ്റമുണ്ടാകാറുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതുണ്ടാകാനുള്ള സാധ്യതയില്ലെങ്കിലും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനുള്ള അവസരമാണ് ഈ ജനവിധി. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ജനവിധി നൽകുന്ന പാഠം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ സിനു.